ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് വരാറായില്ലേ, അതുകൊണ്ട് ഒരു നല്ല അങ്കിൾ എനിക്ക് കുപ്പായം വാങ്ങിട്ടാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ കുപ്പായം വാങ്ങാൻ പോകുന്ന ബ്ലോഗാണ്. ഇന്ന് നമ്മൾ കാറിലല്ല പോകുന്നത്, നമ്മൾ ആ കോട്ടയിൽ പോയി അവിടെ കാറിൽ കയറിയാ പോകുന്നത്. അങ്ങനെ ബൈക്കിൽ അറിയുമ്പോ എന്നത്തേരി നമ്മൾക്ക് പോയാലോ. ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ ഹനിക്ക് ബർത്ത്ഡേന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള രാമൻ സാറ് ഹനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സാറിനെയും കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സാറിൻ്റെ ക്വാർട്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് സാറിനെയും പിക്ക് ചെയ്തിട്ട് അംബാല സിറ്റിയിലാണ് ഞങ്ങളിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. നമുക്ക് അംബാല സിറ്റിയിലത്തെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ അംബാലയിൽ സ്പ്രിംഗ് ആയി, അപ്പോൾ പൂക്കളൊക്കെ നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹനി ആ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് നോക്കാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ സാറിൻ്റെ ക്വാർട്ടറിലെത്തി. സാറിനെയും കൂട്ടി സാറിൻ്റെ കാറിലാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്ക് മലയാളി കടയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ അംബാല സിറ്റിയിലേക്ക് പോവാണ്. നേരെ കട നോക്കണ്ട, അത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നടക്കുമ്പോൾ മുഴുവൻ കടയാണ്. അങ്ങനെ ഞങ്ങൾ അംബാല സിറ്റിയിലെത്തി. അംബാല സിറ്റിയിൽ ഒരു വലിയ ഡ്രസ്സിൻ്റെ മാർക്കറ്റ് ഉണ്ട്. ഡ്രസ്സ് മാത്രമല്ല, നമുക്ക് ആക്സസറീസും ബാക്കി കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളും അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് മുതൽ ബ്രാൻഡഡ് ഐറ്റംസ് വരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അംബാല സിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ചുള്ള റേഞ്ചിലുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും അംബാല സിറ്റിയിലുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ അംബാല സിറ്റിയിൽ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പെടുന്ന ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ വലിയ 2 പാർക്കിംഗ് സ്പേസസ് അവൈലബിൾ ആണ് അംബാല സിറ്റി മാർക്കറ്റിൻ്റെ അടുത്ത്. ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏജൻസ് വന്നിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യും, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, ചുരിദാറിനാണെങ്കിൽ വേറെ കട, സാരിക്കാണെങ്കിൽ വേറെ കട എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് അവിടുന്ന് ഒരാൾ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കടയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ അത് ഈ സ്ട്രീറ്റ് മുഴുവൻ അങ്ങനെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സിൻ്റെ കടകളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വേറെ, ജെൻസിന് വേറെ, ലേഡീസിന് വേറെ അങ്ങനെയുണ്ട്. അല്ലാണ്ട് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ആദ്യത്തെ കടയിൽ വന്നിരിക്കുകയാണ്. ആദ്യത്തെ കടയിൽ നിന്ന് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അവിടെയുള്ള ഡ്രസ്സൊന്നും. അതുകൊണ്ട് ഞങ്ങൾ വേറെ കടയിലോട്ട് പോവുകയാണേ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം ഒരു സാധനം എടുത്താൽ മതി. കാരണം ഇപ്പോൾ നമുക്ക് ഒരിടത്തുനിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെയും കുറേ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ശരി, ഇതില്ലേ കുറച്ച് ഫാഷനബിളായ പോലത്തെ ഫ്രോക്കെല്ലാം വേണം പറയും കേട്ടോ, നോർമൽ അല്ലാണ്ട്. ഓക്കെ, അങ്ങനത്തെ ആ പിങ്ക് കാണിച്ചേ. ആ പിങ്ക് കാണിച്ചേ, പിങ്കും കൊണ്ട് കാണിച്ചേ. അതിന്റെ വലുതുണ്ടോ? അത് വേണ്ട. नहीं, उसी टाइप में नहीं चाहिए. ये इसका छोटा साइज है. इसका छोटा साइज है. अल्टीमेट पीस. नल्लो. अच्छा अच्छा नहीं नंचो. सारा नोटिस. ये ना ब्लैक का. इसका पिंक वाला नहीं है. इसका अलग कलर है क्या? पिंक वाला. अब तो नोका दो. पिंक. लंबाई कम तो नहीं होगा? ये लंबाई कम है. लंबाई कम. अच्छा ये मत. അവിടെ നിന്നും അത്ര സാറ്റിസ്ഫൈ ആവാണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി വേറൊരു കട അന്വേഷിച്ച് നടക്കുകയാണ്.
അങ്ങനെ ഞങ്ങളിപ്പോൾ നടന്ന് ഡ്രസ്സിൻ്റെ മാർക്കറ്റിൽ നിന്നൊക്കെ മാറി ആക്സസറീസിൻ്റെ മാർക്കറ്റിലെത്തിയിട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ വേറെ കട അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ നോക്കാം. പാൻ്റല്ല, അത് ഫ്രോക്കിന്റെ കഷ്ണം. അങ്ങനെ ഞങ്ങൾ അവസാനം ഇത്തിരി വലിയൊരു ഷോപ്പിലെത്തി. അവിടെയും ആദ്യത്തതോ നോക്കിയതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങളത് ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നടക്കാൻ വയ്യ, ഇവിടുന്ന് തന്നെ എടുത്തോളാം എന്ന് ഹനിയുടെ അടുത്ത് പറഞ്ഞ്. ഹനി ഇങ്ങനെ നോക്കുകയാണ് വേണോ വേണ്ടയോ എന്നുള്ള ഭാവത്തിൽ. വൈറ്റ് വേണ്ടപ്പ പ്യുർ കാണിച്ചേ. അച്ഛൻ ഇടൂ ഹനി, ഇതിവിടെ വെക്ക്. കാണിച്ചേ, അത് കുഴപ്പമില്ല. ആ കളർ വേണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് കുറേ ട്രയൽസിനും റീട്രയൽസിനൊക്കെ ശേഷം ഹനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയ ഒരു ഡ്രസ്സ് എന്തായാലും അവിടെ നിന്ന് വാങ്ങിച്ചു. അതേ ഹനി അതൊക്കെ എടുത്തിട്ട് പോവാണേ. അങ്ങനെ ഞങ്ങൾ ഹനിയുടെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഷോപ്പ് ചെയ്ത ശേഷം തിരിച്ച് അംബാല ക്യാൻറ്റീനും പോവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ ഡ്രസ് സെലക്ഷൻ ഷോപ്പിംഗ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.